ഹലോ മൈ ഡിയേഴ്സ്, വെൽക്കം ടു അവർ ചാനൽ. നമ്മളിന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഖാദി ബോർഡ് LDCയുമായി ബന്ധപ്പെട്ട കണക്റ്റഡ് പോയിന്റ് ആണ്. 1991 സാമ്പത്തിക നയത്തിൻ്റെ ഭാഗമായി ധനകാര്യ മേഖലയിൽ നടപ്പിലാക്കിയ പരിഷ്കരണങ്ങളെക്കുറിച്ചുള്ള പ്രസ്താവനകൾ നൽകിയിരിക്കുന്നു. ഇവയെക്കുറിച്ചുള്ള ശരിയായ ഓപ്ഷൻ കണ്ടെത്തി എഴുതുക എന്നാണ് ചോദിച്ചിരിക്കുന്നത്. RBIയെ ഒരു നിയന്ത്രക സ്ഥാപനം എന്നതിൽ നിന്നും സഹായക സ്ഥാപനമാക്കി മാറ്റുക, സ്വകാര്യ ബാങ്കുകൾ സ്ഥാപിക്കുന്നതിന് അനുമതി നൽകി, ബാങ്കുകളിലെ വിദേശ നിക്ഷേപ പരിധി 75% ഉയർത്തി. ഇതാണ് PSCയുടെ ചോദ്യമെന്ന് പറയുന്നത്. അപ്പം നമുക്ക് അതിൻ്റെ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള കാര്യങ്ങളൊന്ന് നോക്കിയിട്ട് വന്നിട്ട് പഠിക്കാവുന്നതാണ്, അല്ല ആൻസറിലേക്ക് പോകാവുന്നതാണ്. അപ്പം നോക്കാം. ഇത് +1 എക്കണോമിക്സ് ഓറിയൻറ്റ് ചെയ്തിട്ടുള്ള ടെക്സ്റ്റ് ആണ് കാണുന്നത്. നിങ്ങൾക്ക് ഇന്ത്യയും വിദേശ വ്യാപാര നിയന്ത്രണങ്ങൾ നീക്കം ചെയ്യുക എന്നെല്ലാം അന്താരാഷ്ട്ര ധനകാര്യ സ്ഥാപനങ്ങൾ ലോക ബാങ്കിന്റെയും IMFന്റെയും നിബന്ധനകൾ ഇന്ത്യ അംഗീകരിക്കുകയും അതിന്റെ അടിസ്ഥാനത്തിൽ പുതിയ സാമ്പത്തിക നയം ന്യൂ എക്കണോമിക് പോളിസി ഇന്ത്യയിൽ വരികയും ചെയ്തു. വലിയ തരത്തിലുള്ള സാമ്പത്തിക പരിഷ്കാരങ്ങളാണ് പുത്തൻ സാമ്പത്തിക നയത്തിൽ ഉൾക്കൊള്ളിച്ചിരിക്കുന്നത്. സമ്പദ് വ്യവസ്ഥയെ കൂടുതൽ മത്സരാധിഷ്ഠിതമാക്കുവാനും തടസ്സങ്ങൾ നീക്കി കൂടുതൽ വ്യാവസായിക വളർച്ച സൃഷ്ടിക്കുവാനുമാണ് പുതിയ സാമ്പത്തിക നയങ്ങൾ ലക്ഷ്യമിട്ടിരിക്കുന്നത്. അപ്പം ഇത് നമ്മൾ വളരെ വ്യക്തമായിട്ട് തന്നെ നോക്കി വെച്ചിരിക്കണം. കാരണം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇത് PSCയുടെ ഫോക്കസ് ഏരിയ ആണ്. അതായത് ഏറ്റവും കൂടുതൽ പ്രാവശ്യം റിപ്പീറ്റ് ചെയ്തിരിക്കുന്ന ഒരു ചാപ്റ്ററാണ് ഈ ഒരു ചാപ്റ്ററിനകത്ത്. റിപ്പീറ്റഡ് ആയിട്ട് +1 സെക്കൻഡ് ചാപ്റ്റർ കൂടുതലും ചോദ്യങ്ങൾ എല്ലാം, അതായത് അരച്ച് കലക്കി നമ്മൾ പഠിക്കേണ്ട എക്കണോമിക്സിന്റെ ചാപ്റ്ററാണ്. വളരെ വ്യക്തമായിട്ട് തന്നെ പഠിച്ചു വെച്ചിരിക്കണം. ഇപ്പൊ സമ്പദ് വ്യവസ്ഥയെ കൂടുതൽ മത്സരാധിഷ്ഠിതമാക്കാനും തടസ്സങ്ങൾ നീക്കി കൂടുതൽ വ്യാവസായിക വളർച്ച സൃഷ്ടിക്കാനുമാണ് പുതിയ സാമ്പത്തിക നയങ്ങൾ ലക്ഷ്യമിട്ടത്. അടുത്തത്, ഈ നയങ്ങളെ രണ്ടായി തരംതിരിക്കാം. ഇതും പരീക്ഷയ്ക്കകത്ത് 2 ടൈംസ് റിപ്പീറ്റഡ് ആയതാണ്. സുസ്ഥിരമാക്കൽ നടപടികളും ഘടനാപരമായിട്ടുള്ള നടപടികളും. സുസ്ഥിരമായ നടപടികൾ എങ്ങനെയുള്ളതാണ്? ഹ്രസ്വകാല നടപടികൾ ആണ്. ബാലൻസ് പേയ്മെന്റ് അഥവാ അടവ് ശിഷ്ടത്തിലെ കമ്മി പരിഹരിക്കുന്നതിനും പണപ്പെരുപ്പം നിയന്ത്രിക്കുന്നതിനുമാണ് ഈ നടപടികൾ ലക്ഷ്യം വെച്ചത്. ചുരുക്കി പറഞ്ഞത്, ഇപ്പൊ ഈ കണ്ടന്റ് കൃത്യമായിട്ട് പഠിക്കണം. പണപ്പെരുപ്പം നിയന്ത്രിക്കാൻ വേണ്ടിയിട്ടാണ് ഏത് നടപടി ലക്ഷ്യം വെച്ചത്? സുസ്ഥിരമാക്കൽ നടപടി എന്ന് പറഞ്ഞിരിക്കുന്നത്. സുസ്ഥിരമാക്കൽ നടപടിയുണ്ട്, ഘടനാപരമായിട്ടുള്ള നടപടികൾ എന്നിട്ടും നമ്മളുടെ ഈ സാമ്പത്തിക പരിഷ്കാരങ്ങൾ രണ്ടായിട്ട് തരം തിരിച്ചിട്ടുണ്ട്. ഹ്രസ്വകാല നടപടികൾ ഏതാണ്? സുസ്ഥിരമാക്കൽ നടപടികളാണ്. അതിനകത്ത് എന്ത് വരുന്നുണ്ട്? കമ്മി പരിഹരിച്ചിട്ട് പണപ്പെരുപ്പം നിയന്ത്രിക്കുന്നതാണ് ലക്ഷ്യം വെച്ചത്. നമ്മുടെ രാജ്യത്ത് ആവശ്യമായ വിദേശ നാണ്യ ശേഖരം നിലനിർത്തുക, വിലക്കയറ്റം നിയന്ത്രണ വിധേയമാക്കുക എന്നൊക്കെയാണ് ഇതുകൊണ്ട് അർത്ഥമാക്കുന്നത്. വിലക്കയറ്റം നിയന്ത്രിക്കുക, വിദേശ നാണ്യ ശേഖരം നിലനിർത്തുക. മറിച്ച് ഘടനാപരമായ പരിഷ്കരണ നടപടികൾ എങ്ങനെയാണ്? ദീർഘകാല അടിസ്ഥാനത്തിലുള്ള നടപടികളാണ്. ഇങ്ങനെയുള്ള സംഭവങ്ങൾ എന്താണ്? ദീർഘകാല അടിസ്ഥാനത്തിലാണ് ഘടനാപരമായിട്ടുള്ളത്. സുസ്ഥിരമായത് എന്താണെന്ന് ഓർക്കണം? ഹ്രസ്വകാല നടപടികളാണ്. ഇത് ഇതുപോലെ തന്നെ എടുത്ത് പരീക്ഷയ്ക്ക് ചോദിച്ചിട്ടുണ്ട്. സ്റ്റേറ്റ്മെന്റ് ക്വസ്റ്റ്യൻസ് അത് നോക്കുമ്പോൾ പണപ്പെരുപ്പം ആണെങ്കിലും കമ്മി പരിഹരിക്കാനും ആണെങ്കിലും സുസ്ഥിരമാക്കൽ നടപടികളാണ്. ഇതുകൊണ്ട് പ്രധാനമായിട്ട് ഉദ്ദേശിക്കുന്നത് എന്താണ്? വിദേശ നാണ്യ ശേഖരവും അതുപോലെ തന്നെ വിലക്കയറ്റവും കൺട്രോൾ ചെയ്യുകയാണ്. ഇനി എന്താണ് നമ്മളുടെ ദീർഘകാല നടപടി ആയിട്ടുള്ള ഘടനാപരമായിട്ടുള്ള പരിഷ്കാരങ്ങൾ അഥവാ സ്ട്രക്ചറൽ റീഫോംസ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എന്ത് വേണം? കറക്റ്റായിട്ട് ഓർത്ത് വെച്ചേക്കാൻ വേണ്ടിയിട്ടാണ്. അവിടെ നമ്മൾക്ക് സമ്പദ് വ്യവസ്ഥയുടെ കാര്യക്ഷമത മെച്ചപ്പെടുത്തുക, അതാണ് അതിന്റെ പ്രധാനപ്പെട്ട കോൺസെപ്റ്റ് എന്ന് പറഞ്ഞിരിക്കുന്നത്. സമ്പദ് വ്യവസ്ഥയിലെ കാര്യക്ഷമത മെച്ചപ്പെടുത്തുക, വിവിധ മേഖലകളിലെ തടസ്സങ്ങൾ ഒഴിവാക്കി സമ്പദ് വ്യവസ്ഥയെ അന്താരാഷ്ട്ര മത്സരക്ഷമത വർദ്ധിപ്പിക്കുക എന്നിവയൊക്കെയാണ് ഇതുകൊണ്ട് ലക്ഷ്യമിടുന്നത്. അതായത് ലോങ് ടേം ആയിട്ട് നമ്മൾ ഗോൾസ് ഒക്കെ സെറ്റ് ചെയ്യുന്നത് പോലെ സമ്പദ് വ്യവസ്ഥയിൽ ഘടനാപരമായിട്ടുള്ളത് ലോങ് ടേം ആണ്. ഈ സമ്പദ് വ്യവസ്ഥയുടെ കാര്യക്ഷമത എഫിഷ്യൻസി കൂട്ടുകയും അതുപോലെ തന്നെ തടസ്സങ്ങൾ ഒഴിവാക്കി സമ്പദ് വ്യവസ്ഥയെ അന്താരാഷ്ട്ര മത്സരക്ഷമത വർദ്ധിപ്പിക്കുക എന്നതാണ് ഈ ദീർഘകാല അടിസ്ഥാനം കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അതായത് ഘടനാപരമാണെങ്കിൽ എഫിഷ്യൻസിയും വേണം, അതുപോലെ തന്നെ അന്താരാഷ്ട്ര ഇന്റർനാഷണൽ ലെവലിൽ ഒരു മത്സരക്ഷമതയുമാണ് ഇതുകൊണ്ട് പ്രധാനമായിട്ട് ഉദ്ദേശിക്കുന്നത്. മറ്റേതാണെങ്കിൽ എന്താണ്? വിലക്കയറ്റവും അതുപോലെ തന്നെ എന്തുവാണ്? വിദേശ നാണ്യ നിക്ഷേപവും അതാണ് പ്രധാനമായിട്ട് ലക്ഷ്യം. പണപ്പെരുപ്പത്തിന്റെയും കമ്മി പരിഹരിക്കുന്നതുമാണ് നമ്മളുടെ സുസ്ഥിരമാക്കൽ നടപടി കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അത് ഹ്രസ്വകാലമാണ്. ലോങ് ടേം ആണെങ്കിൽ എന്താണ്? ഇന്റർനാഷണൽ ലെവലിൽ ഒരു മത്സരക്ഷമത ഉണ്ടായിരിക്കണം, കാര്യക്ഷമത മെച്ചപ്പെടുത്തുക സമ്പദ് വ്യവസ്ഥയുടേത്. ഇതിന്റെ ഭാഗമായിട്ടാണ് ഗവൺമെന്റ് തുടങ്ങി വെച്ച സംഭവങ്ങളാണ് ഉദാരവൽക്കരണവും സ്വകാര്യവൽക്കരണവും ആഗോളവൽക്കരണവും. ഇത് 2021 മുതൽ ഇങ്ങോട്ട് റിപ്പീറ്റ് ചെയ്ത് കുറേ പ്രാവശ്യം കൊണ്ട് ചോദിച്ചുകൊണ്ടിരിക്കുന്ന പോയിന്റ്സ് ആണ്. സോ ഈച്ച് ആൻഡ് എവരി പോയിന്റ് നിങ്ങൾ എത്ര വായിച്ചാലും വീണ്ടും ഒന്നുകൂടെ വായിച്ചിട്ട് വേണം പരീക്ഷയ്ക്ക് പോകാൻ വേണ്ടിയിട്ടാണ്.
മുമ്പ് സൂചിപ്പിച്ചതുപോലെ സാമ്പത്തിക പ്രവർത്തനങ്ങളെ നിയന്ത്രിച്ചിരുന്ന നിയമങ്ങളും നയങ്ങളും യഥാർത്ഥത്തിൽ സമ്പദ് വ്യവസ്ഥയുടെ വളർച്ചയെയും വികസനത്തെയും തടസ്സപ്പെടുത്തുകയാണ് ചെയ്തത്. ഈ തടസ്സങ്ങളെല്ലാം ഒഴിവാക്കി സമ്പദ് വ്യവസ്ഥയുടെ വിവിധ മേഖലകൾ തുറന്നു കൊടുക്കുകയാണ് ഉദാരവൽക്കരണ നടപടികൾ എന്ന് പറഞ്ഞിരിക്കുന്നത്. ഈ ഉദാരവൽക്കരണ നടപടികൾ എന്ന് പറയുന്ന സംഭവം എന്താണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എന്ത് വേണം പറയാൻ വേണ്ടിയിട്ട്? തടസ്സങ്ങളെല്ലാം ഒഴിവാക്കി സമ്പദ് വ്യവസ്ഥയുടെ വിവിധ മേഖലകൾ തുറന്നു കൊടുക്കുന്നു. ഉദാരവൽക്കരണ നടപടി നയങ്ങൾ ആരംഭിച്ചത് 1980 ആരംഭിച്ചിട്ടുണ്ട്. ഇവ പ്രധാനമായും വ്യവസായത്തിന് അനുമതി നൽകൽ, കയറ്റി ഇറക്കുമതി നയങ്ങൾ, ഇതെല്ലാം ഓരോ പോയിന്റും കൃത്യമായിട്ട് പഠിച്ചോണം. ഞാൻ ഈ പുതിയ കുട്ടികൾ ആരെങ്കിലും ഉണ്ടെങ്കിൽ അവർക്ക് വേണ്ടിയിട്ടാണ് ഇത് വീണ്ടും വീണ്ടും എടുത്തെടുത്ത് പറയുന്നത്. കയറ്റുമതി ഇറക്കുമതി നയങ്ങൾ, എക്സ്പോർട്ട് ഇമ്പോർട്ട് പോളിസി, സാങ്കേതിക വിദ്യാ നവീകരണം, ടെക്നോളജി എല്ലാം അപ്ഗ്രേഡ് ചെയ്യുക, ഫിസിക്കൽ പോളിസി അഥവാ ധനനയം, വിദേശ നിക്ഷേപം തുടങ്ങിയ രംഗങ്ങളിലായിരുന്നു ഈ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങളൊക്കെ ഇന്ത്യയിൽ ആരംഭിച്ചത്. പ്രധാനമായിട്ടും എന്താണ്? ഇൻഡസ്ട്രിയൽ ആയിട്ട് ലൈസൻസിങ് കൊടുക്കുക, കയറ്റുമതി ഇറക്കുമതി നയങ്ങൾ, സാങ്കേതിക വിദ്യ അപ്ഗ്രേഡ് ചെയ്യുക, ധനനയം അതായത് ഫിസിക്കൽ പോളിസി, വിദേശ നിക്ഷേപം തുടങ്ങിയ രംഗങ്ങളിലായിരുന്നു ഇത് പ്രധാനമായിട്ടും ഈ പറഞ്ഞിരിക്കുന്ന ഉദാരവൽക്കരണ നടപടികൾ സ്റ്റാർട്ട് ചെയ്തത്. 91 തുടങ്ങിയ ഉദാരവൽക്കരണം കൂടുതൽ സമഗ്രമായിരുന്നു. 91 അതിനുശേഷവും കൂടുതൽ ശ്രദ്ധ കിട്ടിയ മേഖലകൾ ഏതൊക്കെയെന്നൂടെ പഠിച്ചു വെക്കണം. വ്യവസായ മേഖലയുണ്ട്, ധനകാര്യ മേഖലയുണ്ട്, നികുതി പരിഷ്കാരം ഉണ്ട്, വിദേശ വിനിമയ കമ്പോളങ്ങൾ, വ്യാപാര നിക്ഷേപ മേഖലകൾ. എന്തൊക്കെയാണ്? വ്യവസായ മേഖല, വ്യവസായം. ഇപ്പൊ അതിനകത്ത് നമുക്ക് പരീക്ഷയ്ക്ക് ഈ ധനകാര്യമാണ് എടുത്ത് ചോദിച്ചിരിക്കുന്നത്. വ്യവസായം, ധനകാര്യം, നികുതി പരിഷ്കാരം, വിദേശ വിനിമയ കമ്പോളങ്ങൾ, വ്യാപാര നിക്ഷേപ മേഖലകൾ എന്നിവയെക്കുറിച്ചുള്ള കാര്യങ്ങളാണ് ഡീറ്റെയിൽഡ് ആയിട്ട് അവിടെ പഠിക്കേണ്ടത്. എന്തൊക്കെയാണ്? വ്യവസായം, ധനകാര്യം, നികുതി, വിദേശ വിനിമയ കമ്പോളങ്ങൾ ആൻഡ് വ്യാപാര നിക്ഷേപ മേഖലകൾ. ഇനി അതിനകത്ത് ഫസ്റ്റ് വൺ ആണ് വ്യവസായ മേഖലയിലെ നിയന്ത്രണം മാറ്റൽ എന്ന് പറഞ്ഞു വന്നിരിക്കുന്നത്. അതും എടുത്ത് സ്റ്റേറ്റ്മെന്റ് ആയിട്ട് തന്നെ PSC പരീക്ഷയ്ക്ക് ചോദ്യം വന്നിട്ടുള്ളതാണ്. വ്യവസായ മേഖലകൾക്ക് മുകളിൽ നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തിയിരുന്നു. അതായത് ഏതൊരു സംരംഭകനും വ്യവസായം തുടങ്ങുന്നതിനും അവസാനിപ്പിക്കുന്നതിനും എന്തൊക്കെ എത്രമാത്രം ഉൽപ്പാദിപ്പിക്കണമെന്നതിനും സർക്കാരിൽ നിന്നുള്ള വ്യാവസായിക അനുമതി ആവശ്യമുണ്ടായിരുന്നു. പണ്ടാണെങ്കിൽ ഒരു സംരംഭകൻ ഉണ്ടായെങ്കിൽ എന്തൊക്കെ കാര്യങ്ങൾ ഉൽപ്പാദിപ്പിക്കണം എന്നൊക്കെയുള്ള കാര്യങ്ങൾ സർക്കാരിനകത്ത് എല്ലാ അനുമതി ആവശ്യമായിരുന്നു. ഒട്ടനവധി വ്യവസായങ്ങളിൽ സ്വകാര്യ മേഖലയെ അനുവദിച്ചിട്ടുണ്ടായിരുന്നില്ല. ചില സാധനങ്ങളുടെ ഉൽപ്പാദനം ചെറുകിട വ്യവസായ മേഖലയ്ക്ക് മാത്രമായി നിജപ്പെടുത്തിയിരുന്നു. ചില സാധനങ്ങളുടെ ഉൽപാദനം ചെറുകിട മേഖലകൾക്ക് മാത്രമായി നിജപ്പെടുത്തിയിരുന്നുണ്ട്. ചില സാധനങ്ങളുടെ ഉൽപാദനം ചെറുകിട വ്യവസായ മേഖലകൾക്ക് മാത്രമായി നിജപ്പെടുത്തിയിരുന്നു. തിരഞ്ഞെടുക്കപ്പെട്ട ചില വ്യവസായ ഉൽപ്പന്നങ്ങളുടെ വില നിർണ്ണയത്തിലും വിതരണത്തിലും ഗവൺമെന്റിന്റെ നിയന്ത്രണം നിലനിന്നിരുന്നിട്ടുണ്ട്. ചില വ്യവസായ ഉൽപ്പന്നങ്ങളുടെ വില നിയന്ത്രണത്തിലും വിലയെ കൺട്രോൾ ചെയ്യുന്നതും ഗവൺമെന്റിന്റെ നിയന്ത്രണമായിരുന്നു. 91 അതിനുശേഷവും തുടങ്ങിയ പരിഷ്കാര നയങ്ങൾ ഇത്തരത്തിലുള്ള മിക്ക നിയന്ത്രണങ്ങളും എടുത്തു കളഞ്ഞു. മദ്യം, സിഗരറ്റ്, ഇത് നാളെ പരീക്ഷയ്ക്ക് ചോദിച്ചാണ്. ഈ പോയിന്റ് പഠിച്ചു നോക്കണം. ഏതൊക്കെയാണ് എടുത്തു കളഞ്ഞത്? മദ്യം, സിഗരറ്റ്, ആപൽക്കരമായ രാസവസ്തുക്കൾ, വ്യാവസായിക ആവശ്യത്തിനുള്ള സ്ഫോടക വസ്തുക്കൾ, ഇലക്ട്രോണിക്സ്, വിമാന നിർമ്മാണ വ്യവസായം, ഔഷധ നിർമ്മാണ വ്യവസായം, എല്ലാ വസ്തുക്കൾക്കും എടുത്തു കളഞ്ഞു എന്നിട്ടാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പൊ 91 അതിനുശേഷവും തുടങ്ങിയ പരിഷ്കാര നയങ്ങൾ ഇത്തരത്തിലുള്ള മിക്ക നിയന്ത്രണങ്ങളും എടുത്തു കളഞ്ഞു. മദ്യം, സിഗരറ്റ്, ആപൽക്കരമായ രാസവസ്തുക്കൾ, വ്യാവസായിക ആവശ്യത്തിനുള്ള സ്ഫോടക വസ്തുക്കൾ, ഇലക്ട്രോണിക്സ്, വിമാന നിർമ്മാണ വ്യവസായം, ഔഷധ നിർമ്മാണ വ്യവസായം എന്നിവ ഒഴികെ എന്നിട്ടാണ്. മനസ്സിലായി? ഈ കാര്യങ്ങൾ നിങ്ങൾ കൃത്യമായിട്ട് പഠിച്ചു വെക്കണം. GSTയുടെ കാര്യങ്ങളൊക്കെ പറയുന്ന പോലെ ഇവിടെ ഏതൊക്കെ ഒഴികെയാണ് വ്യാവസായിക ഉൽപാദനങ്ങൾക്ക് ബാക്കിയുള്ള അനുമതിപത്ര സംവിധാനം നൽകിയത് എന്ന് ചോദിക്കുക. മദ്യം, സിഗരറ്റ്, ആപൽക്കരമായ രാസവസ്തുക്കൾ, വ്യാവസായിക ആവശ്യത്തിലുള്ള സ്ഫോടക വസ്തുക്കൾ, ഇലക്ട്രോണിക്സ്, വിമാന നിർമ്മാണ വ്യവസായം, ഔഷധ നിർമ്മാണ വ്യവസായം എന്നിവ ഒഴികെ മറ്റെല്ലാ വ്യാവസായിക ഉൽപ്പന്നങ്ങൾക്കും അനുമതിപത്ര സംവിധാനം എന്ന് പറയുന്ന ആ ഒരു കണ്ടന്റ് എന്ത് ചെയ്തു? ഒഴിവാക്കി. രാജ്യരക്ഷാ ഉപകരണങ്ങളുടെ നിർമ്മാണം, ആണവ ഊർജ്ജ ഉൽപാദനം, റെയിൽ ഗതാഗതം എന്നീ വ്യവസായങ്ങൾ മാത്രമാണ് പൊതുമേഖലയ്ക്കായി സംവരണം ചെയ്തത്. ഇപ്പൊ പൊതുമേഖലയ്ക്കായിട്ട് എല്ലാം ഒന്നും സംവരണം ചെയ്തിട്ടില്ല. എന്തൊക്കെയാണ് പൊതുമേഖലയ്ക്കായിട്ട് സംവരണം ചെയ്തത്? രാജ്യരക്ഷാ ഉപകരണങ്ങളുടെ നിർമ്മാണം, ആണവ ഊർജ്ജ ഉൽപാദനം, റെയിൽ ഗതാഗതം എന്നിവ മാത്രമാണ് പൊതുമേഖലയ്ക്കായിട്ട് സംവരണം ചെയ്തത്. ചെറുകിട വ്യവസായ മേഖലകളിൽ മാത്രം ഉൽപ്പാദിപ്പിച്ചിരുന്ന ഒട്ടേറെ വ്യാവസായിക ഉൽപ്പന്നങ്ങളുടെ സംവരണം ഗവൺമെന്റ് ഇല്ലാതാക്കി. ചെറുകിട വ്യവസായ മേഖലകളിൽ മാത്രം ഉൽപ്പാദിപ്പിച്ചിരുന്ന ഒട്ടേറെ വ്യാവസായിക ഉൽപ്പന്നങ്ങളുടെ സംവരണം ഗവൺമെന്റ് ഇല്ലാതാക്കി. ഒട്ടേറെ വ്യവസായങ്ങളിൽ നിന്ന് ഉൽപ്പന്നങ്ങളുടെ വില നിർണ്ണയിക്കാൻ വിപണിയെ കൂടി അനുവദിച്ചു. അപ്പൊ അതുവരെ എന്തായിരുന്നു? ഈ 91 ഈ നിയമം ഉണ്ടാക്കിയതിന് ശേഷം വ്യാവസായികമായിട്ടുള്ള കാര്യങ്ങളൊക്കെ കൺട്രോൾ ചെയ്യാൻ വേണ്ടിയിട്ട്
പിന്നെ വിപണിനെ കൂടി അനുവദിച്ചു. അതിനു മുമ്പ് ഗവൺമെന്റ് മാത്രമായിരുന്നു വിലകളൊക്കെ കൺട്രോൾ ചെയ്യുന്നത്. അപ്പോൾ ചെറുകിട വ്യവസായങ്ങളിൽ മേഖലകളിൽ മാത്രം ഉൽപ്പാദിച്ചിരുന്ന ഒട്ടേറെ വ്യാവസായിക ഉൽപ്പന്നങ്ങളുടെ സംഭരണം എന്ത് ചെയ്തു? ആ റിസർവേഷനൊക്കെ അങ്ങ് എടുത്തു മാറ്റി ഗവൺമെന്റ് ഇല്ലാതാക്കി. ഇനി പകരമായിട്ട് പൊതുമേഖലയ്ക്ക് മാത്രമായിട്ട് ചെയ്തത് എന്താണ്? രാജ്യരക്ഷാ ഉപകരണങ്ങളുടെ നിർമ്മാണം, ആണവ ഊർജ്ജ ഉൽപാദനം, റെയിൽ ഗതാഗതം തുടങ്ങിയ വ്യവസായങ്ങൾ മാത്രമാണ് പബ്ലിക് സെക്ടറിന് വേണ്ടിയിട്ട് മാത്രം ചെയ്തത്. ബാക്കിയുള്ളതെല്ലാം കുറച്ചൊക്കെ എന്ത് ചെയ്തു? പ്രൈവറ്റൈസേഷൻ ആക്കി. കൂടുതലുള്ള കാര്യങ്ങളുടെ ലൈസൻസ് ഒക്കെ ഒഴിവാക്കി. അപ്പോൾ പിന്നെ എക്സെപ്ഷൻ കേസസ് ആണ് നമ്മൾക്ക് ഇവിടെ ലാസ്റ്റിൽ പറഞ്ഞത്. മദ്യം, സിഗരറ്റ്, ഔഷധ നിർമ്മാണം, സ്ഫോടക വസ്തുക്കളുടെ നിർമ്മാണം, അതൊക്കെയുള്ള കാര്യങ്ങളോട് ജസ്റ്റ് ഒന്ന് നോക്കി വെച്ചാൽ മതി. ഇതാണ് വ്യവസായ മേഖലയിലെ ഒന്നാമത്തെ നിയന്ത്രണം വന്നിരിക്കുന്നത്. അത് കൃത്യമായിട്ട് പരീക്ഷയ്ക്ക് വന്നതാണ്. ഇനി അടുത്തത്, ഇതുവരെ ധനകാര്യ മേഖലയിലെ പരിഷ്കാരങ്ങൾക്കകത്ത് ആദ്യമായിട്ടാണ് ഈ ഒരു PSC ഇപ്രാവശ്യം ആ റിസർവ് ബാങ്കിന്റെ ക്വസ്റ്റ്യൻ എടുത്ത് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ നമുക്കത് നോക്കാം. ധനകാര്യ മേഖലാ പരിഷ്കാരങ്ങൾക്കകത്ത് വാണിജ്യ ബാങ്കുകൾ, നിക്ഷേപ ബാങ്കുകൾ, ഓഹരി വിപണി ഇടപാടുകൾ, വിദേശ വിനിമയ കമ്പോളം തുടങ്ങിയ ധനകാര്യ സ്ഥാപനങ്ങളാണ് ധനകാര്യ മേഖലയിലുള്ളത്. അപ്പോൾ ഏതൊക്കെയാണ് ധനകാര്യ മേഖലയിലുള്ളതെന്നും പറഞ്ഞ് ഡിഗ്രി ലെവൽസിന് എക്സാംസ് ക്വസ്റ്റ്യൻസ് വന്നിട്ടുണ്ട് നേരത്തെ. അപ്പോൾ ഈ ഒരു പോയിന്റ് നിങ്ങൾ പഠിച്ചു വെക്കണം. വാണിജ്യ ബാങ്ക് ഉണ്ട്, കൊമേഴ്സ്യൽ ഉണ്ട്, ഇൻവെസ്റ്റ്മെന്റ് ബാങ്ക് ഉണ്ട്, ഓഹരി വിപണി ബാങ്ക് ഇടപാടുകൾ, വിദേശ വിനിമയ കമ്പോളം തുടങ്ങിയ ധനകാര്യ സ്ഥാപനങ്ങളാണ് ധനകാര്യ ഫിനാൻഷ്യൽ സെക്ടറിനകത്തുള്ളത്. വിദേശ വിനിമയ കമ്പോളം ഉണ്ട്. ഓഹരി വിപണി ഇടപാടുകൾ, നിക്ഷേപ ബാങ്കുകൾ, വാണിജ്യ ബാങ്കുകൾ, ഈ 4 കാര്യവും കൃത്യമായിട്ട് ഓർത്തു വെച്ചിരിക്കണം. ഇനി റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ ആണ് നമ്മുടെ രാജ്യത്തെ ധനകാര്യ മേഖലയെ നിയന്ത്രിക്കുന്നത്. നിങ്ങൾക്കറിയുന്നത് പോലെ ഇന്ത്യയിലെ എല്ലാ ബാങ്കുകളെയും മറ്റ് ധനകാര്യ സ്ഥാപനങ്ങളെയും വിവിധ നിയമങ്ങളിലൂടെ നടപടികളിലൂടെയും റിസർവ് ബാങ്ക് നിയന്ത്രിക്കുന്നു എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഓരോ ബാങ്കും കൈവശം വെക്കേണ്ടുന്ന പണത്തിന്റെ അളവ്, ചുമത്തേണ്ട പലിശ നിരക്കുകൾ, വിവിധ മേഖലകൾക്കുള്ള വായ്പാ രീതികൾ തുടങ്ങിയവയെല്ലാം റിസർവ് ബാങ്ക് തീരുമാനിക്കുന്നു. ധനകാര്യ മേഖലയിലെ നിയന്ത്രകൻ എന്ന സ്ഥാനത്ത് നിന്ന് സഹായകൻ എന്ന, അതായത് നമ്മുടെ ക്വസ്റ്റ്യനകത്ത് ഇതാണ് വന്നത്. ധനകാര്യ മേഖലയുടെ നിയന്ത്രകൻ എന്ന സ്ഥാനത്ത് നിന്ന് സഹായകൻ എന്ന സ്ഥാനത്തേക്ക് ആരിനെ മാറ്റി? റിസർവ് ബാങ്കിന്റെ ചുമതലകളെ മാറ്റുക എന്നത് ധനകാര്യ മേഖലാ പരിഷ്കാരങ്ങളിലെ പ്രധാനപ്പെട്ട ഒന്നായിരുന്നു. ഇപ്പം നമ്മൾ വ്യവസായത്തിന്റെ കാര്യം പറഞ്ഞിട്ടുണ്ടല്ലോ. അപ്പൊ അതുപോലെ രണ്ടാമത്തെ ഒരു പോയിന്റ് ആണ് ഈ ധനകാര്യ മേഖലയിലെ പരിഷ്കാരം. പരിഷ്കാരത്തിനകത്ത് കൺട്രോളർ എന്ന് പറയുന്ന ഫെസിലിറ്റിയിൽ നിന്ന് റിസർവ് ബാങ്കിനെ എന്താക്കി മാറ്റി? ഒരു സഹായി എന്നിട്ടുള്ള രീതിയിലേക്ക് മാറ്റി. അതാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. ഒരു റിസർവ് ബാങ്കിനെ സഹായി എന്ന് പറയുന്ന തലത്തിലേക്ക് മാറ്റി എന്നാണ് പറഞ്ഞിരിക്കുന്നത്. സഹായകൻ എന്ന രീതിയിലേക്ക് മാറ്റി. ഇനി അതായത് റിസർവ് ബാങ്കുമായി കൂടിയാലോചിക്കാതെ തന്നെ ധനകാര്യ മേഖലയ്ക്ക് സ്വതന്ത്രമായി തീരുമാനം എടുക്കാനുള്ള അവകാശം നൽകിയിരുന്നു. നേരത്തെ എല്ലാ കാര്യങ്ങൾക്കും റിസർവ് ബാങ്കുമായിട്ടൊക്കെ കൂടിയാലോചിക്കണം. പക്ഷേ ഈ ഒരു ഇത് വന്നതിൽ പിന്നെ സ്വന്തമായിട്ട് ധനകാര്യ മേഖലയ്ക്ക് സ്വതന്ത്രമായിട്ട് തീരുമാനമെടുക്കാനുള്ള അവകാശങ്ങളൊക്കെ വന്നിട്ടുണ്ട്. പരിഷ്കാര നയത്തിന്റെ ഫലമായി നിരവധി സ്വകാര്യ ബാങ്കുകൾ, ഇന്ത്യൻ ബാങ്കുകളും വിദേശ ബാങ്കുകളും നിലവിൽ വന്നു. ബാങ്കുകളുടെ വിദേശ നിക്ഷേപ പരിധി 50% ഉയർത്തിക്കൊണ്ടുവന്നു. ഇപ്പൊ ഇത് അനുസരിച്ച് ഇവിടെ പറഞ്ഞിരിക്കുന്നത് 50% ഉയർത്തിക്കൊണ്ട് വന്നു എന്നാണ് പറഞ്ഞിരിക്കുന്നത്. പക്ഷെ PSC 75% കാര്യമാണ്. നമുക്ക് ആ ക്വസ്റ്റ്യൻ ഒന്നുകൂടെ നോക്കാം. പരിഷ്കാരത്തിന്റെ ഫലമായി നിരവധി സ്വകാര്യ ബാങ്കുകളും നിലവിൽ വന്നു. ബാങ്കുകളുടെ വിദേശ നിക്ഷേപ പരിധി 50% ഉയർത്തിക്കൊണ്ട് വന്നു. റിസർവ് ബാങ്കുമായി കൂടിയാലോചിക്കാതെ തന്നെ ചില വ്യവസ്ഥകൾക്ക് വിധേയമായി പുതിയ ബ്രാഞ്ചുകൾ തുടങ്ങാനുള്ള അനുമതി ബാങ്കുകൾക്ക് നൽകുകയും നിലവിലുള്ള ബ്രാഞ്ചുകൾക്ക് യുക്തിസഹമായ പ്രവർത്തനാനുമതി നൽകുകയും ചെയ്തു. രാജ്യത്തിനകത്തു നിന്നും പുറത്തുനിന്നും വിഭവങ്ങൾ ശേഖരിക്കാനുള്ള അനുമതി ബാങ്കുകൾക്ക് നൽകിയിരുന്നുവെങ്കിലും രാജ്യത്തിന്റെ ബാങ്കുകളിലെ നിക്ഷേപകരുടെയും താല്പര്യങ്ങൾ സംരക്ഷിക്കുന്നതിന് വേണ്ടി ചില ഭരണ നിർവഹണ കാര്യങ്ങളിൽ റിസർവ് ബാങ്ക് തന്നെ നിലനിർത്തി. വിദേശ നിക്ഷേപകരായ സ്ഥാപനങ്ങൾ, വ്യാപാര ബാങ്കുകൾ, മ്യൂച്വൽ ഫണ്ടുകൾ, പെൻഷൻ ഫണ്ടുകൾ എന്നിവയ്ക്ക് ഇന്ത്യൻ മൂലധന വിപണിയിൽ നിക്ഷേപിക്കാൻ അനുമതി നൽകി. ഇതെല്ലാം ഇതിന്റെ തന്നെ ഒരു അഡ്വാൻറ്റേജസ് ആയിട്ടാണ് പറയുന്നത്. ഒന്നുകൂടെ നമുക്ക് ആ പോയിന്റിലൂടെ പോയിട്ട് വരാം. അതായത് രാജ്യത്തിനകത്തും പുറത്തു നിന്നും ഉള്ള വിഭവങ്ങൾ ശേഖരിക്കാനുള്ള അനുമതി ബാങ്കുകൾക്ക് നൽകിയിരുന്നുവെങ്കിലും രാജ്യത്തിന്റെയും ബാങ്കുകളിലെ നിക്ഷേപകരുടെയും താല്പര്യങ്ങൾ സംരക്ഷിക്കുന്നതിന് വേണ്ടി ചില ഭരണ നിർവഹണ അധികാരങ്ങൾ റിസർവ് ബാങ്കിൽ തന്നെ നിലനിർത്തി. വിദേശ നിക്ഷേപകരായിട്ടുള്ള സ്ഥാപനങ്ങൾ, വ്യാപാര ബാങ്കുകൾ, മ്യൂച്വൽ ഫണ്ടുകൾ, പെൻഷൻ ഫണ്ടുകൾ എന്നിവയ്ക്ക് ഇന്ത്യൻ മൂലധന വിപണിയിൽ നിക്ഷേപിക്കാൻ അനുമതി നൽകി. അപ്പം ഇത് ചെയ്തത് മൂലം എന്ത് ചെയ്തിട്ടുണ്ട്? വിദേശ നിക്ഷേപകരായ സ്ഥാപനങ്ങൾ, വ്യാപാര ബാങ്കുകൾ, മർച്ചന്റ് ബാങ്കുകൾക്കായാലും മ്യൂച്വൽ ഫണ്ടുകൾ, പെൻഷൻ ഫണ്ടുകൾ എന്നിവയ്ക്ക് ഇന്ത്യൻ മൂലധന വിപണിയിൽ നിക്ഷേപിക്കാൻ അനുമതി നൽകിയത് ഈ 1901 ഈ സാമ്പത്തിക പരിഷ്കാരത്തിനകത്ത് ധനകാര്യത്തിനകത്ത് വന്നിരിക്കുന്ന ഒരു അഡ്വാൻറ്റേജ് ആണ്. ഒന്നുകൂടെ ആദ്യമായിട്ട് നമുക്ക് പറയാം, ശ്രദ്ധിക്കണേ.
അതായത് പരിഷ്കാരത്തിന്റെ ഫലമായി നിരവധി സ്വകാര്യ ബാങ്കുകൾ നിലവിൽ വന്നു. വിദേശ നിക്ഷേപ പരിധി 50% ഉയർത്തിക്കൊണ്ടുവന്നു. റിസർവ് ബാങ്കുമായി കൂടി ആലോചിക്കാതെ തന്നെ ചില വ്യവസ്ഥകൾക്ക് വിധേയമായി പുതിയ ബ്രാഞ്ചുകൾ തുറക്കാനുള്ള അനുമതി ബാങ്കുകൾക്ക് നൽകുകയും നിലവിലുള്ള ബ്രാഞ്ചുകൾക്ക് യുക്തിസഹമായി പ്രവർത്തന അനുമതി നൽകുകയും ചെയ്തു. രാജ്യത്തിനകത്തും പുറത്തുനിന്നും വിഭവങ്ങൾ, അത് നമ്മളിപ്പോൾ ഒന്നുകൂടെ പറഞ്ഞാണ്. ഇനി ആ ചോദ്യത്തിലേക്ക് ഒന്നുകൂടെ പോയിട്ട് വരാം. അതായത് നമ്മൾക്ക് ഇപ്പം ഈ വ്യവസായത്തിൻ്റെയും പരീക്ഷയ്ക്ക് വന്നു, ധനകാര്യത്തിൻ്റെതും പരീക്ഷയ്ക്കകത്ത് വന്നാണ്. സുസ്ഥിര നടപടികളും ഹ്രസ്വമാക്കൽ നടപടികളും, ഈ പുറം കരാർ എന്ന് പറഞ്ഞൊരു സംഭവം വന്നിട്ടുണ്ട്. അതും ഈ ചാപ്റ്ററിൽ തന്നെയാണ്, അതും പരീക്ഷയ്ക്ക് വന്നിട്ടുള്ളതാണ്. അപ്പോൾ ഇതൊക്കെ നമ്മൾക്ക് അറിയത്തില്ലെങ്കിൽ നമ്മൾക്ക് വലിയ നഷ്ടമായിരിക്കും. നമ്മൾ അറിയത്തില്ലെന്നും പറഞ്ഞ് പോവുകയും ചെയ്യും, ബാക്കിയുള്ളവർക്ക് മാർക്ക് കിട്ടുകയും ചെയ്യും. അപ്പം നമ്മൾ ഒത്തിരി പുറകിലോട്ടാവുകയും ചെയ്യും. സോ കൃത്യമായിട്ട് പഠിക്കേണ്ട കാര്യങ്ങളൊക്കെ നിങ്ങൾ കൃത്യമായിട്ട് പഠിക്കണം. അപ്പോൾ ഇവിടെ നോക്കിക്കേ, RBI ഒരു നിയന്ത്രക സ്ഥാപനം എന്നതിൽ നിന്നും ഒരു സഹായ സ്ഥാപനമാക്കി മാറ്റുക. സ്വകാര്യ ബാങ്കുകൾ സ്ഥാപിക്കുന്നതിന് അനുമതി നൽകി. ഓക്കെ, ബാങ്കുകളിലെ വിദേശ നിക്ഷേപ പരിധി 75% ഉയർത്തിയെന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഇപ്പോൾ ഇവിടുത്തെ അനുസരിച്ച് ഇവിടെ 50%. അപ്പം ഞാൻ ഗൂഗിളിനകത്തൊക്കെ നോക്കുമ്പോൾ ഒരു 71 ഒക്കെ കാണിക്കുന്നുണ്ട്. അപ്പം ഇവിടുത്തെ PSC ഇപ്പം പ്രൊവിഷണൽ ആൻസർ കീയിൽ കൊടുത്തിരിക്കുന്നത് ഓപ്ഷൻ D ആണ് കൊടുത്തിരിക്കുന്നത്, 1, 2 and 3. അപ്പം അക്കോർഡിംഗ് ടു +1 ടെക്സ്റ്റ് അനുസരിച്ച് വിദേശ ബാങ്കുകളിലെ നിക്ഷേപ പരിധി 50% ഉയർത്തി എന്നിട്ടാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. അത് നമുക്കൊന്നുകൂടെ നോക്കാം. കണ്ടോ, ബാങ്കുകളിലെ വിദേശ നിക്ഷേപ പരിധി 50% ഉയർത്തിക്കൊണ്ടുവന്നു എന്നാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. അപ്പം നിങ്ങൾ പറയുക ഇതിൻ്റെ ആൻസർ ഏതാണ് PSC കൊടുക്കുന്നത്. അതായത് നിങ്ങൾക്ക് ഇതുമായി ബന്ധപ്പെട്ട ആൻസർ ഏതാണ് എന്നിട്ടുള്ള കാര്യങ്ങൾ നിങ്ങൾ തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യണം. ഇനി ഇത് കൂടാതെ നിങ്ങൾ അഡീഷണലി കണക്റ്റഡ് ആയിട്ട് പഠിച്ചു വെക്കേണ്ട കണ്ടൻസ് ഞാൻ ജസ്റ്റ് ഒന്ന് പറയാം. അതായത് നികുതി പരിഷ്കാരങ്ങളുണ്ട്, വിദേശ വിനിമയ പരിഷ്കാരങ്ങൾ പരീക്ഷയ്ക്കകത്ത് ഇടയ്ക്കിടയ്ക്ക് ചോദിക്കുന്നതാണ്. ഈ ഇറക്കുമതി ചുങ്ക നിരക്കും ഇറക്കുമതി കയറ്റുമതി റിലേറ്റ് ചെയ്തുള്ള, അതായത് വ്യാപാര നിക്ഷേപ നയപരിഷ്കാരങ്ങൾക്കകത്ത് വരുന്ന സംഭവമാണ്. അതുകൂടാതെ സ്വകാര്യവൽക്കരണവും ചോദിക്കുന്നുണ്ട്, നവരത്ന കമ്പനികളുടേത് ചോദിക്കുന്നുണ്ട്. ഇനിയും ആഗോളവൽക്കരണം, പുറംപണി കരാർ. ഈ പുറംപണി കരാർ റിലേറ്റ് ചെയ്ത് പരീക്ഷയ്ക്കകത്ത് ചോദ്യങ്ങൾ വന്നതാണ്. 2021 മുതൽ ഭയങ്കരമായിട്ടുള്ള ഇമ്പോർട്ടൻസ് ആണ് ഈ ഒരു ചാപ്റ്ററിനകത്ത് വരുന്നത്. അത് കൃത്യമായിട്ട് നിങ്ങൾ പഠിച്ചു വെച്ചിരിക്കണം. അപ്പം നിങ്ങൾക്ക് നമ്മൾ തിരുവനന്തപുരം LDC മുതലുള്ള PDF ഇങ്ങോട്ട് ചെയ്യുന്നുണ്ട്. PDF-ന്റെ കണക്റ്റഡ് ആയിട്ടുള്ള പോയിന്റ്സ്, GKയും സയൻസും കറണ്ട് അഫേഴ്സും 70 മാർക്സിൻ്റെത്. അപ്പോൾ വേണ്ടവർ 299 റുപ്പീസാണ്. വേണ്ടവർക്ക് മെസ്സേജ് ചെയ്യാവുന്നതാണ്. 8078962109 എന്ന് പറഞ്ഞ വാട്സപ്പ് നമ്പറിൽ മെസ്സേജ് ചെയ്താൽ മതി. 8078962109 എന്ന് പറഞ്ഞ നമ്പറിൽ മെസ്സേജ് ചെയ്താൽ മതി. അപ്പം അടുത്ത ഒരു വീഡിയോ ആയിട്ട് ഞാൻ വേണമെങ്കിൽ അതിൻ്റെ എടുത്തു തരാം. നിങ്ങൾ ആ ഒരു കണ്ടൻറ്റൂടെ നിങ്ങൾക്ക് വേണമെന്നിട്ടുണ്ടെങ്കിൽ കമൻറ്റ് ഇതിൻ്റെ താഴെ ഇടണം. അതുപോലെ തന്നെ ഇതിൻ്റെ ആൻസറും കൃത്യമായിട്ട് ഒന്നുകൂടെ നിങ്ങൾ അനാലിസിസ് ചെയ്തിട്ട് ഒന്നുകൂടെ ഇടേണ്ടതാണ്. ഓക്കെ, അപ്പോൾ ശരി, എല്ലാവർക്കും ഓൾ ദ വെരി ബെസ്റ്റ്. താങ്ക് യു.